Hi guys. Welcome to Joy Story. Yes. ജോഷിന്റെ അവസാനത്തെ സ്റ്റിച്ച് വന്നിട്ടില്ല. സോറി. സോ നമ്മളിന്ന് തലവൻ മൂവി കാണാൻ വേണ്ടി വന്നിരിക്കുക. ആസിഫ് അലിയുടെയും ബിജു മേനന്റെയും പടമാണ്. സോ നമ്മള് കണ്ടിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതെ. യോ യോ. Hi guys, so we are back after the movie Thalavan. Yes. Biju Menon's Thalavan. ബിജു മേനോൻ and ആസിഫ് അലി തലവൻ. Just Joy Thalavan. അരുൺ ബി നാരായൺ തലവൻ. Yeah. So how was the movie? Oh my god guys, മൂവി കുറിച്ച് It's a പറയുമ്പോഴത്തേക്ക് thumbs up. അടിപൊളി മൂവിയാണ് ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല സംഭവം തീരുന്നത്. നമ്മൾ വിചാരിക്കും ഇവിടെ ആയിരിക്കും, പക്ഷെ അല്ല. അടുത്ത ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. എനിക്കറിയത്തില്ല ഇത് എവിടെ തുടങ്ങി എവിടെ തീർന്നതാണ് ഈ പടം. പിന്നെ എന്താണ് ഈ ജസ്റ്റ് ജോയ് പടം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷൻ തരുന്ന ഒരു അല്ലേ സംഭവമാണ്. സൺഡേ ഹോളിഡേ, പിന്നെ എന്താണ് ബൈസൈക്കിൾ തീവ്സ്, വിജയ് സൂപ്പറും പൗർണമിയും, അങ്ങനെ ഒരു സെറ്റ് ഓഫ് പടങ്ങൾ ചെയ്ത ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഇച്ചിരി. പക്ഷെ എനിക്ക് തോന്നുന്നു സോ ഫാർ ദ ബെസ്റ്റ് ആയിരിക്കും ഇത്. Yeah, it's like one of the best investigational stories, അല്ലേ? Investigation movies ആയിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഇതുവരെ ചെയ്തേക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈക്ക് നല്ല ഒത്തിരി ഇൻ ദ സെൻസ് ലൈക്ക് ദർ ഇസ് ലോട്ട് ഓഫ് ട്വിസ്റ്റുകളും സസ്പെൻസും സർപ്രൈസസും ഒക്കെ ഉള്ള നല്ല ഒരു പടമാണ്. ചില സീൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് I was on the edge of my seat. I was like, Yeah, that's right. നല്ല അങ്ങനെ നല്ലതായിട്ട് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലൈക്ക് എന്താ പറയുന്നത് ട്വിസ്റ്റുകൾ വെച്ചിട്ടുള്ള. യൂഷ്വലി മോസ്റ്റ് ക്രൈം ത്രില്ലേഴ്സിന് നമുക്ക് കുറച്ചൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ അൺപ്രഡിക്റ്റബിൾ സിനിമ ആക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ തോന്നിയിട്ടുണ്ടോ? അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഈ ട്വിസ്റ്റുകൾ വെക്കും. ഇപ്പൊ അൺപ്രഡിക്റ്റബിൾ വെച്ച് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ സിറ്റുവേഷൻ ആണ് ഇപ്പം. പക്ഷെ ഇത് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സ്റ്റോറിയാണ്. ഒന്ന് വിചാരിക്കുന്നത് മറ്റേതായിരിക്കും. ഇതിന്റെ ക്ലൈമാക്സ് ആണ് കേട്ടോ. ക്ലൈമാക്സ് ടോട്ടലി നമ്മള് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത one of the unique climaxes അല്ലേ, which I have seen. And this is a crime thriller മൂവിയാണ്. എന്താ നിന്റെ ഒരു കഥയ്ക്കകത്ത് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരു സിനിമയ്ക്കകത്തുള്ള സിനിമ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഇന്റർവ്യൂക്കകത്ത് പറയുന്ന ഒരു സ്റ്റോറിയാണ്. KGF ഒക്കെ പോലെ ഇന്റർവ്യൂവിനകത്താണ് ഈ ഫുൾ സ്റ്റോറി നടക്കുന്നത്. പിന്നെ എന്താ നിനക്ക് തോന്നിയത്? പടം നല്ല എൻഗേജിങ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. പിന്നെന്താ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പടത്തിൻ്റെ അകത്ത് ലൈക്ക് സ്റ്റോറി വൈസ് ആണ്. ലൈക്ക് കാര്യങ്ങളൊക്കെ ലൈക്ക് ഇപ്പം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് പോകുന്ന ലൈക്ക് ഈ കഥയുടെ ഒരു പോക്കൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. സാധാരണ ക്രൈം ത്രില്ലർ മൂവീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് തന്നെ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. എല്ലാവരും പടം കാണും. ബിജു മേനോൻ, ആസിഫ് അലി രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഒരു കോമ്പറ്റീഷൻ മോഡലാണ് അവര് രണ്ടുപേരും. ഇവരുടെ ഒന്നും അടുത്തൊന്നും ഒത്തിരി പടങ്ങളൊന്നും ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. സോ എനിക്ക് തോന്നുന്നു ഇതൊരു സോഫാർ നല്ലൊരു ബിജു മേനോന്റെ കുറെ നാളായെന്ന് തോന്നുന്നു ഇത്രയും നല്ലൊരു പടം ഇറങ്ങിയിട്ട് അല്ലേ? I think so. ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി ആണ് സെന്റർ റോള്. വി കാൻ സേ എ സിംഗിൾ പേഴ്സൺ. ലൈക്ക് രണ്ടുപേരുടെ ഈക്വലി ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രതാപ് പോത്തൻ. എന്താ പേര്? എന്ത് പോത്തൻ? എന്തുവാടി ആ ഇന്റർവ്യൂ എടുക്കുന്ന മനുഷ്യന്റെ പേരെന്താ? പോത്തൻ ദിലീഷ് പോത്തൻ കലക്കി. ഇവരുടെ രണ്ടുപേരുടെയും കട്ടയ്ക്ക് പിടിച്ചു വെക്കുന്ന ഒരു ക്യാരക്ടറാണ് ദിലീഷ് പോത്തന്റെയും. പുള്ളിയുടെ അഭിനയവും എല്ലാം നല്ല സെറ്റാണ്. പിന്നെ ഇതിനകത്ത് മിയ ഉണ്ട്, പിന്നെ അനുശ്രീ ഉണ്ട്,
പക്ഷെ അവർക്ക് രണ്ടുപേർക്കും വലിയ റോൾസ് ഇല്ലല്ലോ, റോളില്ല. റോളില്ല, ജസ്റ്റ് ഒരു അവിടെ ഇവിടെ, പിന്നെ 1-2 ഡയലോഗും മിയായിക്കൊണ്ട്. എനിക്ക് അനുശ്രീയുടെ അഭിനയം കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആയിട്ട് ഒരു അങ്ങനത്തെ ഒരു അനുശ്രീ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജാഫർ ഇടുക്കി ഉപരിക്കും നസീർ പൊളിച്ചോട്ടോ. കോട്ടയം നസീർ നന്നായിട്ട്, ആ പുള്ളിയുടെ ഒരു സീരിയസ് ക്യാരക്ടറാ. എനിക്ക് തോന്നിയത് ജാഫർ ഇടുക്കിനെ അവരൊരു കോമഡി സെറ്റപ്പിൽ കൊണ്ടുവന്നേ, പക്ഷെ കോമഡി ഒന്നും എറിച്ചിട്ടില്ല. എന്താ പറയുന്നു, എനിക്കങ്ങനെ തോന്നി കോമഡി പോലത്തെ സിറ്റുവേഷൻ ആക്കാൻ വേണ്ടി വന്ന, പക്ഷെ ഇതിനകത്ത് കോമഡി ഒന്നും ഇല്ല. ഐ ഡോണ്ട് നോ ഇഫ് ദേ ട്രൈഡ് ഇറ്റ് ദാറ്റ് വേ, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. It didn't seem like a comedy. നമുക്ക് അങ്ങനെ ഒരു തമാശയായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് ദാറ്റ്സ് ഫൈൻ, കാരണം മൂവി ആസ് എ ഹോൾ ഇറ്റ്സ് ഗുഡ്. നമ്മൾ കോമഡിക്ക് വേണ്ടി അല്ല പോകുന്നതും, ഇതൊരു അല്ലാത്ത ഒരു ക്രൈം ത്രില്ലർ സീരിയസ് മൂവി ആയതുകൊണ്ട് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഫ്രം ദ മൂവി. പിന്നെ എന്താണ്, പിന്നെ ഇതിനകത്ത് കോമഡി ഇല്ലെങ്കിലും ആ പടം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സീറ്റില് നമ്മൾ we are like on the edge of the seat on every single scene. അപ്പൊ കോമഡി അതിനകത്ത് വേണമെന്നും ഇല്ല, അത് കോമഡി അവർ ശ്രമിച്ചെങ്കിൽ it was just for ഒരു ഫൺ ടൈപ്പ്, ഒരു ചിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒരു സീരിയസ് കേസിൽ ഇടയ്ക്ക് ചിരിക്കാൻ വേണ്ടി കൊടുത്തതാ. പക്ഷെ സ്പ്രിങ്കിൾ ചെയ്തതും മറക്കില്ല. But that's fine, that's okay. We don't expect the comedy in here. അങ്ങനെ പിന്നെ എന്നാ BGM ഒക്കെ നന്നായിട്ടുണ്ട്. കുറെ ആക്ഷൻ സീക്വൻസസ് ഒത്തിരിയും ഉണ്ട്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാത്ത ഇൻ ദ സെൻസ് കുറച്ച് അത്ര ഫേമസ് അല്ലാത്ത, മുന്നേ അഭിനയിച്ചിട്ടില്ലാത്ത കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. നല്ലൊരു വാച്ചാണ്. യു ഷുഡ് ലൈക്ക്, അല്ലേ, ഒരു ക്രൈം ത്രില്ലർ ജോണർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. യു വിൽ ഫോർ ഷുവർ ലൈക്ക് ഇറ്റ്. അതൊരു എന്താ പറയുന്നത്, ഒരു കൺഫേം ആയിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും, അതിനൊരു തർക്കമില്ല. സോ go with your family, watch തലവൻ. എപ്പോഴും തലൈവൻ എന്ന് വരുന്നു. തലവൻ, ബിജു മേനോൻസ് ഡിസ്ട്രോയ്സ്, ആസിഫ് അലീസ് and Arun V Narayan. പുള്ളി റൈറ്റർ ആണ് അല്ലേ? അരുൺ പ്രൊഡ്യൂസർ ആണ് അരുൺ നാരായൺ. We didn't feel like ഒരു ഡ്രാമാറ്റിക് ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം ഈ പോലീസുകാരുടെ ഈ സംബന്ധമായ കഥയായിരിക്കുമ്പോഴത്തേക്കും വി ഫീൽ ലൈക്ക് കുറെ ഭാഷകളൊക്കെ അന്യമായിട്ട് തോന്നും, അല്ലെ? ഐ മീൻ കുറെ ലാംഗ്വേജസ് അവർ ഉപയോഗിക്കുന്ന ടേംസ് ഒക്കെ. ബട്ട് വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ആ പോലീസ് സ്റ്റേഷൻ സെറ്റപ്പ് അവർക്ക് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റി. സിനിമാറ്റോഗ്രഫി വാസ് ഓൾ ഗുഡ്, നല്ലതായിട്ടുണ്ടായിരുന്നു. ഇത് ഇതിന്റെ അകത്ത് നമ്മൾ ആ പോലീസുകാര് കറക്റ്റ് അവര് സംസാരിക്കുന്ന രീതിയാണ്. ദാറ്റ് ആക്ച്വലി ഷോഡ് ഇറ്റ്, ലൈക്ക് ദ ആറ്റിറ്റ്യൂഡ്, ലൈക്ക് യു നോ ഹൗ ദേ ബിഹേവ് അവര് സംസാരിക്കുന്ന രീതി, ലൈക്ക് ഈവൻ അത്ത് എറി വിളിക്കുമ്പോഴും യുനോ ലൈക്ക് ആ ഭീഷണിപ്പെടുത്തുമ്പോഴും ഒക്കെ എഫേർട്ട്ലെസ്ലി ഒരു പോലീസുകാരനായിരുന്നു അവര്. ലൈക്ക് ഇറ്റ് വാസ് അങ്ങനെ എന്താ പറയാ, അങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചേക്കാം, സോ കാർവ് ചെയ്ത് വെച്ചേക്കുന്ന പോലീസുകാരെ പോലെ എഫേർട്ട്ലെസ് പോലീസുകാരായിരുന്നു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാൻ തോന്നിയത്, ബട്ട് എനിക്ക് ആ കാര്യം ഓർമ്മയില്ല. ഇടയ്ക്ക് വെച്ച് മറ്റേ ഈ നായാട്ട് പോലെ, അതാ ഞാൻ പറയാൻ വന്നത്. ഒരു 25% ഇല്ല, ഒരു 10% സെക്കൻഡ് ഹാഫിൽ വി ഫീൽ ലൈക്ക് നായാട്ട് മൂവി. ബട്ട് അത് കഥയുടെ ഭാഗമാണ്, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ അങ്ങനെ തോന്നിപ്പോവും, അല്ലേ? ഒരു ചെറിയ ഭാഗമൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുണ്ട് നായാട്ട്. ഇത് മറ്റേ ആദ്യമായിട്ടാണോ മറ്റൊരു മലയാളം പടത്തില് മറ്റേ ഈ വില്ലൻ കഥാപാത്രം, അല്ലെങ്കിൽ ഒരു മർഡർ കഥാപാത്രം ഭയങ്കര ഓവർ പവറിംഗ് ആയിട്ട് വരുന്നത്, അല്ലേ? അങ്ങനെ അതിന് മുമ്പ് വേറെ പടങ്ങളുണ്ട്. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് വേറെ കുറെ പടങ്ങളിൽ മറ്റേ വില്ലൻ എന്ന് പറയാൻ പാടില്ല. ലൈക്ക് എന്താ പറയാ, ഒരു മർഡർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ മൈൻഡ്, യുനോ ലൈക്ക് ആ വില്ലൻ എന്നാ പറയണ്ടേ സത്യം പറഞ്ഞ. ലൈക്ക് ഭയങ്കര ഓവർ പവറിംഗ് ആയിട്ട് തോന്നിയില്ലേ? അയാളെ അവസാന നിമിഷം വരെ ഒരു തുമ്പ് പോലും കൊടുക്കാതെ അവസാന നിമിഷം പോയി പിടിച്ച ഒരു അവസ്ഥയാണ്, മനസ്സിലായോ? അല്ലേ? ആദ്യമായിട്ടല്ലേ മലയാളം മൂവി കണ്ടിട്ട്? എനിക്ക് ഇതിനു മുമ്പ് വേറെ പടമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഉള്ളത് മറ്റേ ഫോറൻസിക് അത്രയും ഓവർ പവറിംഗ് ആയിട്ട് തോന്നിയില്ലല്ലേ? ഉണ്ടോ? അതുകൊണ്ടോ എനിക്ക് തോന്നിയതാ കേട്ടോ ഗൈസ്. ബട്ട് ഭയങ്കര അടിപൊളിയായിട്ട് വില്ലൻ ക്യാരക്ടർ ബൂസ്റ്റ് ഇല്ല അതിന്റെ അകത്ത്. വില്ലൻ ക്യാരക്ടറിന് ബൂസ്റ്റ് അല്ലടാ, ഞാൻ പറയാം. ഇപ്പം എന്താ പറയാ, ഭയങ്കര ഓവർ സ്മാർട്ട് തിങ്കിങ്, ലൈക്ക് എന്താ പറയാ, ഒരു പടി മുന്നേ
It's a explains yeah. its like Yeah. what how he became all these overpowering and all. So അതുകൊണ്ട് that's fine. പക്ഷെ പടം ഗൈസ് പോയി കാണേണ്ട പടമാണ് Yeah. guys. ഇത് You can go with your families and watch Thalavan. It's really good. പ്രത്യേകിച്ച് ക്രൈം ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും, പക്ഷെ ക്രൈം ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ദിസ് ഇസ് എ മസ്റ്റ് വാച്ച്. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്. നമ്മൾ ഈ ഷെയ്ൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എഡ്ജ് ഓഫ് ദ സീറ്റ് സാധനമാണ്. ഇത് മിസ് ചെയ്യരുത് നിങ്ങൾ. ഇതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് 2, 3, 4, 5 ആൾക്കാരുടെ കൂടെ മാത്രമാണ് ഞങ്ങൾ പടം കണ്ടത്. So we won't get it here, but just go watch Thalavan. ഇങ്ങനെ ഇത് ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. You shouldn't miss this theater experience. അത്രേ ഉള്ളൂ guys. So this is Josh Stories signing off. Bye.